വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാൻ 35 കോടി രൂപയുടെ പദ്ധതിക്ക് ധനവകുപ്പിന്റെ അനുമതി. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ എത്തുന്ന രീതിയിലായിരിക്കും പാലത്തിന്റെ നിർമ്മാണം. ഇരുകരകളിൽ നിന്നും 80 മീറ്റർ ഉയരത്തിലായിരിക്കും പാലത്തിന്റെ നിർമ്മാണം. മലവെള്ളപ്പാച്ചിലിൽ മുമ്പത്തെ പാലം ഒലിച്ചുപോയതിനാൽ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന് വെള്ളത്തിൽ തൂണുകൾ ഉണ്ടാവില്ല. വയനാട് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന ചൂരൽമല പാലം കൂടുതൽ ഉറപ്പോടെ പുനർനിർമ്മിക്കും. ഇതിനായി 35 കോടി രൂപയുടെ പദ്ധതിക്കാണ് ധനവകുപ്പ് അംഗീകാരം നൽകിയത്. ചൂരൽമല ടൗണിൽ നിന്ന് മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് പാലം പണിയുക. മേപ്പാടിയെ മുണ്ടക്കൈ ആട്ടമലയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പുനർനിർമ്മിക്കുന്നത്. ഇനിയൊരു അപകടമുണ്ടായാൽ അതിജീവിക്കാൻ ശേഷിയുള്ള വിധത്തിലായിരിക്കും പാലത്തിന്റെ നിർമ്മിതി. കഴിഞ്ഞ ദുരന്തകാലത്ത് പുഴയിലുണ്ടായ പരമാവധി ഉയർന്ന വെള്ളത്തിന്റെ അളവ് തിട്ടപ്പെടുത്തി അതിനേക്കാൾ ഉയരത്തിലായിരിക്കും പാലം പണിയുക. ആകെ നീളം 267.95 മീറ്റർ ആയിരിക്കും. പുഴയുടെ മുകളിൽ 107 മീറ്ററും ഇരുകരകളിലും 80 മീറ്റർ നീളവും പാലത്തിനുണ്ടാകും. ഉയരം കൂട്ടി നിർമ്മിക്കുന്നതിനാലാണ് ഇരുകരകളിലും 80 മീറ്റർ നീളത്തിൽ പണിയുന്നത്. വെള്ളത്തിൽ തൂണുകൾ ഉണ്ടാകില്ല. ഇരുകരകളിലുമാണ് പാലത്തിന്റെ അടിസ്ഥാനം നിർമ്മിക്കുക. കഴിഞ്ഞ വർഷം ജൂലൈ 30-നാണ് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പാലം ഒലിച്ചുപോയത്. ജനം, തിരുവനന്തപുരം.